മുത്തണകളെ നമസ്കാരം. അങ്ങനെ ഇന്ന് കിസൈസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ അത്താഴം ഡിന്നർ ടേസ്റ്റി നോട്ട്സ് എന്നായിരുന്നു കേട്ടോ, കിസൈസിലില്ല. അങ്ങനെ കഴിഞ്ഞ ആഴ്ച പിറന്നാൾ കഴിഞ്ഞാൽ നന്ദൂട്ടനെയും പൊക്കിയിട്ട് നേരെ വിട്ട് ടേസ്റ്റിയിലേക്ക് കേട്ടോ. മോനെ പേര് കണക്ക് തന്നെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അവിടെ ഇല്ലല്ലോ അങ്ങനെ പറയുന്ന കേട്ട് അങ്ങനെ പോയത്. അവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുണ്ട് കുഞ്ഞിക്കോയി. ഞാൻ ഇതുവരെ കഴിച്ചിട്ടാ. അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ടാണ് നാളത്തേക്ക് പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനമെല്ലാം വന്നു കേട്ടോ, ഓരോന്നായിട്ട് വന്ന്. ഇതിൽ നമ്മളെ സാധനം ഇതാണ് കുഞ്ഞിക്കോയി. മോനെ കാണുമ്പോൾ ഒരു പാങ്ങനല്ല, നോക്കി അടിപൊളിയുണ്ട് കുഞ്ഞിക്കോയി. അപ്പോൾ അതെങ്ങനെ ഉണ്ട് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം എന്ന് വെച്ചാൽ നമ്മൾ പുട്ട് പറഞ്ഞിട്ടുണ്ട്, അതേണൊക്കെ പൊറോട്ട പറഞ്ഞിട്ടുണ്ട്, നല്ല അടിപൊളി നെയ്പ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ നല്ല നെയ്പ്പത്തില്ലേ, നെയ്പ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി, ചിക്കൻ മസാല, ബീഫ് മസാല, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ടേസ്റ്റ് നോക്കാന്നില്ല ഒരു ഇതിലായിരുന്നു. അങ്ങനെ സാധനം എത്തി. കോയിലെ കയ്യും കാലും എന്ന് പറഞ്ഞാൽ അത് അയിലും ഈലിയും പോകുന്ന പോക്കോ നോക്കറ. അങ്ങനെ ഞാനും എടുത്ത് ഒരു നല്ലൊരു അടിപൊളി കാല് എങ്ങനെ ഉണ്ട് നോക്കിട്ട് പറഞ്ഞിട്ട് എൻ്റെ മോനെ പറഞ്ഞണക്കന കേട്ടോ. അവർ പറഞ്ഞതിൽ ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി സെറ്റ് സാധനം, നല്ല പങ്കുണ്ട്. അങ്ങനെ എല്ലാവരും ടേസ്റ്റ് നോക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് ബീഫ് കറി എടുത്തിട്ടാ, ബീഫും നെയ്പ്പത്തിലും. അതെങ്ങനെയുണ്ടാവും, പൊളിക്കൂല സെറ്റ്. അതും അടിപൊളി തന്നെ, ഒരു രക്ഷയില്ല, നല്ല അടിപൊളി, നല്ല പങ്കുണ്ട്. പിന്നെ വെച്ചല്ലേ ആ കുഞ്ഞിക്കോയിൻ്റെ മസാല കണ്ട അതിൻ്റെ ഒപ്പം വരുന്നത്. നമ്മൾ ഈ കറിക്കെല്ലാം തേങ്ങ വറുത്തരച്ചിടില്ലേ, അതേ കണക്കത്തെ മസാല കേട്ടാ. നല്ല അടിപൊളി സാധനം, നല്ല രസമുണ്ട് അത് തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരോ ആൾ പിന്നെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ടല്ല, അതിൽ എന്ന് പറഞ്ഞ കണക്കാനല്ല, എല്ലാവരും അടിച്ചങ്ങ് മാറുന്നതാണ്. അതിൻ്റെ ഇടയിലേക്ക് കൂടി ഞാനും. അടുത്ത ഒരു ലക്ഷം റാഗിപ്പുട്ട് എടുത്തിട്ടാ, റാഗിപ്പുട്ടും ചിക്കൻ കറി അതെങ്ങനെ ഉണ്ടാക്കാൻ വെച്ചിട്ട് അത് നോക്കി. കുഴപ്പമില്ല, നല്ല അടിപൊളി തന്നെ. ചിക്കൻ കറി വെച്ചാൽ നമ്മൾ സാധാരണ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും കാര്യങ്ങളും കിട്ടുന്ന അതേ ഒരു ലെവലിൽ തന്നെ ഇല്ല ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല, നല്ല രസം ഉണ്ടെന്നല്ല, അടിപൊളി തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി വെച്ചാൽ ചിക്കൻ മസാല ഉണ്ട്, ചിക്കൻ മസാലയും വീറ്റ് പുട്ടും എങ്ങനെ നോക്കാൻ വെച്ച് അത് പൊളി സാധനം കേട്ടോ, നല്ല അടിപൊളി. ചിക്കൻ മസാല നല്ല രസമുണ്ട്, വേറൊരു ടേസ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളി ലെവൽ സാധനം തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവരുടെ ടേസ്റ്റിലും നോക്കി ആടെ ഇങ്ങനെ ഇരുന്ന് അതിൻ്റെ അടിയിൽ അതൊരു അടിപൊളി സാധനം വരുന്നു. അവർ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ് പായസം. പായസം കുടിക്കില്ലെങ്കിലും അത് കാണുമ്പോൾ ഒരു രസമുണ്ട്. അങ്ങനെ അത് വാങ്ങിയിട്ട് നോക്കിയിട്ടാ, കാണുമ്പോൾ അതേ കണക്ക് തന്നെ. എൻ്റെ മോനെ എന്താ പാങ്ങെന്ന് പറഞ്ഞിട്ട് അടിപൊളി സാധനം വെച്ചാൽ അടിപൊളി സാധനം, നല്ല പാങ്ങ് കേട്ടോ. നിങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് വാങ്ങിയിട്ട് ഇങ്ങനെ കുടിക്കണം കേട്ടോ. എല്ലാ ദിവസവും ഉണ്ടാവാറില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങിയിട്ട് കുടിക്കണം കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി സാധനമായിരുന്നു, നല്ല അടിപൊളി ഫുഡും. അത് കഴിച്ച് കഴിയുമ്പോൾക്ക് കുഞ്ഞിക്കോയിനെ കാണുന്നില്ല. അപ്പോൾ കുഞ്ഞിക്കോയി തുള്ളിയിട്ട് ശരത്തിൻ്റെ പ്ലേറ്റിലേക്ക് പോയിന്. ഞാൻ വിടുവോ, ഞാനതിൽ നിന്ന് കഴിയിട്ട് വരി അല്ല പിന്നെ. അപ്പോൾ പിന്നെ എന്തായിക്കോട്ടെ, അവിടെ പോയാലും നഷ്ടമൊന്നും വന്നിട്ടാട്ടാ, നല്ല അടിപൊളി സാധനം. നമ്മൾ വാങ്ങിച്ച എല്ലാ കറികളും കാര്യങ്ങളും കുഞ്ഞിക്കോയിനെ എടുത്ത് വരാൻ അടിപൊളി, നല്ല രസം കിട്ടും. ഞാൻ ആദ്യമായിട്ട് കഴിച്ചാണ്, നല്ല അടിപൊളി സൂപ്പർ സാധനം. അങ്ങനെ പ്ലേറ്റെല്ലാം മൊത്തം കാലിയായി. പിന്നെ അവസാനത്തെ ഒരു ചടങ്ങുണ്ടല്ലോ, അടുത്ത പൈസ കൊടുക്കല്. അതും പിന്നെ ഓനെക്കൊണ്ടനെ കൊടുപ്പിച്ച്, പിറന്നാളുകാരനല്ല, ഓൻ്റെ പാർട്ടി ആകുമ്പോൾ പിന്നെ ഓനെ കൊടുക്കണ്ടേ, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഓനെക്കൊണ്ട് പൈസയും കൊടുപ്പിച്ചിട്ട് നമ്മ എല്ലാവരും വിട്ടിട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാം നോക്കി ഇങ്ങോട്ട് ചെയ്യണം കേട്ടാ. അപ്പം അങ്ങനെ പറയണക്കന്നെ.